മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമായ നരസിംഹ അവതാരവും നരസിംഹ ജയന്തിയെക്കുറിച്ചും. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ നാലാമത്തെ അവതാരമാണ് നരസിംഹാവതാരം. വൈദിക കലണ്ടറിലെ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ ചതുർദശി ദിവസമാണ് നരസിംഹ ജയന്തിയായി ആഘോഷിക്കപ്പെടുന്നത്. വിഷ്ണു ക്ഷേത്രങ്ങളിലും പ്രത്യേകിച്ചും നരസിംഹമൂർത്തി ക്ഷേത്രങ്ങളിലും ഈ ദിവസം അതീവ ഭക്തിപൂർവമായി ആചരിക്കുന്നു. കൃതയുഗത്തിൽ മഹാവിഷ്ണു 4 മുഖ്യ അവതാരങ്ങൾ എടുത്തുവെന്നും അതിൽ അവസാനത്തെ അവതാരമാണ് നരസിംഹാവതാരം എന്നും പുരാണങ്ങൾ പറയുന്നു. നരസിംഹാവതാരത്തിൻ്റെ പ്രത്യേകത സിംഹമുഖവും മനുഷ്യ ശരീരവുമാണ്. അർത്ഥത്തിൽ അത് മനുഷ്യനോ മൃഗമോ അല്ലാത്ത ദൈവീക രൂപമാണ്. ഈ അവതാരത്തിൻ്റെ ഉദ്ദേശ്യം ഹിരണ്യകശിപുവിൻ്റെ അധർമ്മം അവസാനിപ്പിക്കുകയും അതിവിശ്വാസിയായ പ്രഹ്ലാദനെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. സഹോദരനായ ഹിരണ്യാക്ഷനെ മഹാവിഷ്ണു വധിച്ചതോടെ ഹിരണ്യകശിപു ക്രോധാവിഷ്ടനായി. തൻ്റെ ശക്തി വർദ്ധിപ്പിക്കാൻ അദ്ദേഹം ബ്രഹ്മാവിനെ കഠിനമായി തപസ്സു ചെയ്തു. ബ്രഹ്മദേവനെ തപസ് ചെയ്തതിൻ്റെ ഫലമായി ഹിരണ്യകശിപു വരങ്ങൾ സ്വന്തമാക്കി. മനുഷ്യനോ മൃഗമോ തന്നെ കൊല്ലരുത്, ആയുധം കൊണ്ടോ തന്നെ കൊല്ലരുത്, രാവോ പകലോ തന്നെ കൊല്ലരുത്, ഭൂമിയിലോ ആകാശത്തോ പാതാളത്തോ വെച്ച് തന്നെ കൊല്ലരുത്. ഈ വരങ്ങളിലൂടെ അവൻ ഭക്തി, ധർമ്മം, ദൈവവിശ്വാസം എന്നിവയ്ക്ക് എതിരായ അതിക്രമങ്ങൾ ആസൂത്രണം ചെയ്തു. ഹിരണ്യകശിപുവിന് പ്രഹ്ലാദൻ എന്ന പുത്രൻ ജനിച്ചു. പരമവിഷ്ണുവിൽ അനന്തമായ ഭക്തിയുള്ളവൻ. പിതാവിൻ്റെ ഹിതാനുഹിതങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് ദൈവഭക്തിയിൽ ഉറച്ച നിലപാട്. പ്രഹ്ലാദനെ ഭക്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഹിരണ്യകശിപു പല ശ്രമങ്ങളും നടത്തി. പക്ഷേ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. പ്രഹ്ലാദനെ വധിക്കാൻ പല മാർഗങ്ങൾ പരീക്ഷിച്ചു. അഗ്നിയിൽ നിർത്തുക, കല്ലുകൾ കൊണ്ട് തല്ലുക, പാമ്പുകളാൽ കടിപ്പിക്കുക തുടങ്ങി. എല്ലായിടത്തും പ്രഹ്ലാദൻ്റെ നിസ്വാർത്ഥ ഭക്തിയും വിശ്വാസവും വിഷ്ണുവിൻ്റെ കൃപയും കൊണ്ട് പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു. ഒടുവിൽ ഹിരണ്യകശിപു ചോദിച്ചു, നിന്റെ വിഷ്ണു എവിടെയാണ്? പ്രഹ്ലാദൻ ഭക്തിയോടെ മറുപടി നൽകി, തൂണിലും തുരുമ്പിലും എല്ലായിടത്തുമുണ്ട്. അങ്ങനെ ശൂന്യത്തിൽ നിന്നുപോലും തൂൺ പിളർന്ന് നരസിംഹ അവതാരമെടുത്ത് മഹാവിഷ്ണു പ്രത്യക്ഷനായി. അന്ന് സന്ധ്യാസമയമായിരിക്കുന്നു, രാവും പകലുമല്ല. നരസിംഹം ഹിരണ്യകശിപുവിനെ തൻ്റെ മടിയിലിരുത്തി നഖങ്ങൾ കൊണ്ട് വധം ചെയ്തു. അതായത് ആയുധമില്ല, മനുഷ്യനോ മൃഗമോ അല്ലാത്ത ദൈവീക രൂപം തൻ്റെ സ്വന്തം മടിയിൽ വെച്ച് ആ വധം നടത്തി. ബ്രഹ്മദേവൻ നൽകിയ എല്ലാ വരങ്ങളും ലംഘിക്കാതെ മഹാവിഷ്ണു നരസിംഹ അവതാരമെടുത്ത് അധർമ്മത്തെ നശിപ്പിക്കുകയും ധർമ്മത്തെ സ്ഥാപിക്കുകയും ചെയ്തു. ഹിരണ്യകശിപുവിൻ്റെ വധത്തിന് ശേഷം പ്രഹ്ലാദനെ അനുഗ്രഹിച്ച് നരസിംഹമൂർത്തി ശാന്തനായി പിന്നീട് അപ്രത്യക്ഷനായി. നരസിംഹ ജയന്തി നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഭക്തനെ സംരക്ഷിക്കാൻ ദൈവം ഏതു രൂപവും സ്വീകരിക്കുമെന്നും സത്യമാർഗത്തിൽ നിലനിൽക്കുന്നവരെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും. എല്ലാവർക്കും ഭഗവാൻ നരസിംഹസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ. ഓം ഓം നമോ നാരായണായ.